ഹായ് ഗൈസ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ ഒരു പാസ്റ്റ് സ്വിംഗ് ട്രേഡിനെ പറ്റിയാണ്. എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡിനെ പറ്റിയാണ്. നമ്മൾ ഇത്രയും ദിവസവും തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. തിയറി മാത്രം പഠിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ ലൈവ് മാർക്കറ്റിൽ എങ്ങനെ ഇതൊക്കെ അപ്ലൈ ചെയ്യാം എന്നതും കൂടി നമ്മൾ പഠിക്കണമല്ലോ. അപ്പൊ ഇന്ന് അതിനെ പറ്റിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ബട്ട് ഇതൊന്നും അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് മൈ നെയിം ഈസ് സോളമൻ ആൻഡ് വെൽക്കം ബാക്ക് ടു സോളോസ്ക്രിയേറ്റിവിസം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ട്രേഡ് ഏതിൻ്റെയാന്ന് വെച്ചാൽ ബജാജ് ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഷുഗർ സ്റ്റോക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന അതിനെ എടുക്കാനുള്ള കാരണം എന്താണ്, അതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിലെ ടെക്നിക്കൽ ടേംസ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒട്ടും പേടിക്കണ്ട. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്ലാസിന്റെ സെക്ഷൻസ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 വീഡിയോസ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഫണ്ടമെന്റലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേടിക്കണ്ട, ടെക്നിക്കൽ ടേംസ് കേട്ട് ആരും പേടിക്കണ്ട, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബജാജ് ഹിന്ദുസ്ഥാന്റെ ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളൊരു ചാർട്ട് നോക്കുമ്പോൾ ആദ്യമേ നോക്കേണ്ടത് അതിൻ്റെ അകത്ത് പ്രൈസ് ആക്ഷൻ, ഇതെന്തേലും ഒരു പാറ്റേൺ, എന്തേലും ഒരു ഷേപ്പ് ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇച്ചിരി ലോങ് ആയിട്ടുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം കണ്ട ഒരു പാറ്റേൺ എന്താന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ട്രയാങ്കിൾ പാറ്റേൺ ഞാൻ വരച്ച് കാണിക്കാം ഇച്ചിരി കൂടി മനസ്സിലാക്കാൻ വേണ്ടി. ഒരു വളരെ അതിന് ഒരു നൈസ് ആയിട്ടുള്ള ലോങ് വ്യൂ നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ നിന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമോ എന്ന് ഇവിടെ എന്തായാലും എനിക്കറിയായിരുന്നു. ഒരു ബ്രേക്ക് ഔട്ട് എന്തായാലും നടക്കുമെന്ന് അറിയായിരുന്നു. അപ്പൊ ഞാൻ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ടാണ് ഈ സ്റ്റോക്കിനെ ശ്രദ്ധിച്ചത്. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കിയത് ഒരു പാറ്റേൺ ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നോക്കിയത്. അപ്പൊ നമ്മളൊരു പാറ്റേൺ ഫോർമേഷൻ ഇവിടെ കണ്ടുപിടിച്ചു. ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമ്മളിവിടെ ഫോം ആകുന്നത് കണ്ടുപിടിച്ചു. അപ്പൊ ഇനി അടുത്ത് നോക്കേണ്ട ഈ ഒരു ബ്രേക്ക് ഔട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഈ ഒരു ബ്രേക്ക് ഔട്ട് നടക്കാൻ ചാൻസ് കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പാറ്റേൺ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻഡിക്കേറ്റേഴ്സ്, നമ്മൾ പലതരമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ഇത് ബ്രേക്ക് ഔട്ട് നടക്കുമോ എന്നൊരു ചാൻസ് കൂട്ടാൻ വേണ്ടിയുള്ള, നമ്മുടെ പ്രോബബിലിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള, നമ്മുടെ ട്രേഡിന്റെ സക്സസിന്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടി നമ്മൾ അടുത്ത് യൂസ് ചെയ്യുന്നതാണ് ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് മൂവിങ് ആവറേജ് എന്ന് പറയും. ഞാൻ ഇവിടെ മൂവിങ് ആവറേജ്, ഇനി അത് എന്താണ് മൂവിങ് ആവറേജ് എന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട. നമ്മുടെ വീഡിയോസ് ഇതിനെ പറ്റി വരുന്നതാണ്. ടെക്നിക്കൽ അനാലിസിസിന്റെ അകത്ത് കൃത്യമായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം നമ്മൾ മൂവിങ് ആവറേജ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് തൽക്കാലം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് നമ്മളൊരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, യു ഷുഡ് നോട്ട് ബി ദി സ്ലേവ്സ് ഓഫ് ദി ഇൻഡിക്കേറ്റേഴ്സ്, യു ഷുഡ് ബി ദി മാസ്റ്റർ ഓഫ് ദി ഇൻഡിക്കേറ്റേഴ്സ്. നിങ്ങൾ ഒരിക്കലും ഇൻഡിക്കേറ്റേഴ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യരുത്. ഇൻഡിക്കേറ്റേഴ്സ് ജസ്റ്റ് ഒരു സപ്പോർട്ടിനായിട്ട് വേണ്ടി മാത്രം, നമ്മുടെ ഒരു കൺഫർമേഷന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഇൻഡിക്കേറ്റേഴ്സ് മാത്രമാണ് നമ്മുടെ മെയിൻ വെപ്പൺ എന്ന് വിചാരിച്ച് യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ അതിന്റെ കൂടെ മെയിൻ ആയിട്ട് നമ്മൾ പല കാര്യങ്ങൾ, ഇപ്പൊ പ്രൈസ് ആക്ഷന്, പലതരം ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുമ്പോഴാണ് സക്സസ്, നമ്മൾ എടുക്കുന്ന ട്രേഡിന്റെ സക്സസിന്റെ ആക്യുറസി കൂടുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ്, ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ മാത്രം വെച്ച് ട്രേഡ് ചെയ്യാതിരിക്കുക. കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രമാണ് നിങ്ങളുടെ ട്രേഡ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ട്രേഡ് മിക്കവാറും ഫെയിൽ ആകാനുള്ള ചാൻസ് ആണ് കൂടുതലും. കാരണം ഒരു ഇൻഡിക്കേറ്ററിനെ മാത്രം വെച്ച് ബേസ് ചെയ്താൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പോകുന്നെങ്കിൽ ഒരുപാട് സൈസ് ഇൻഡിക്കേറ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ അത്രമാത്രം സക്സസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു ഒറ്റ ഒരു ഇൻഡിക്കേറ്റർ മാത്രം യൂസ് ചെയ്താൽ പോരെ?
എന്തുകൊണ്ടാണ് ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്? ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഓരോ ഇൻഡിക്കേറ്റേഴ്സിനും അതിൻ്റെതായ ആക്യുറസി ലെവൽ ഉണ്ട്. ആരും 100% ആക്യുറേറ്റ് അല്ല ഒരു ട്രേഡിൽ. അപ്പോൾ അത് പ്രോബബിൾ ആണ്. നമ്മുടെ എടുക്കുന്ന ട്രേഡിന്റെ 60-70% ആക്യുറസി കൂട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മൂവിങ് ആവറേജ് ആണ്. അതിൽ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. EMA 9, EMA 14, EMA 20 ആണ് ഞാൻ ആദ്യമത്തെ ഈ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മൂവിങ് ആവറേജ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആയിട്ടുള്ള 50, 100, 200. അപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എന്താന്നൊക്കെ ഞാൻ ടെക്നിക്കൽ അനാലിസിസിന്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ടാവും. അപ്പോൾ അത് ഏറ്റവും ഈസി ആയിട്ടായിരിക്കും ഏതൊരാൾക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുക, നമ്മൾ മൂവിങ് ആവറേജ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇവിടെ നോക്കിയറിയാം, നമുക്ക് ഇവിടെ ഒരു ക്രോസ് ഓവർ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. ഇത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൂവിങ് ആവറേജ്, ഈ ഒരു 3 മൂവിങ് ആവറേജ് ഇവിടെ ഒരു ക്രോസ് ഓവർ നടക്കുന്നതാണ്. ഈ ഏറ്റവും ചെറിയ മൂവിങ് ആവറേജിന് പറയുന്നതാണ്, ഇതാണ് ഏറ്റവും ചെറുത്. 9 മൂവിങ് ആവറേജ് 9 ആണ് ഇത്. 14, 20. അപ്പോൾ മൂവിങ് ആവറേജ് 9 ഇതിനെ ഒരു ക്രോസ് ഓവർ, ഈ 14ഉം 20ഉം ക്രോസ് ഓവർ ചെയ്ത് പോകുന്നത് നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതിന് പുറത്തൊരു ബ്രേക്ക് ഔട്ട് നടക്കുകയും ചെയ്തു. ഒരു നല്ലൊരു ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു റാലി നമുക്ക് കാണാൻ പറ്റി, അല്ലേ? എത്ര വലിയ റാലിയാണ് നടന്നത്. ഇതൊരു, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇതൊരു വെറും ഒരു പെന്നി സ്റ്റോക്കാണ്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണേലും എടുക്കാം. നമ്മളൊരു 1000 ക്വാണ്ടിറ്റി ഇവിടെ യൂസ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം 2 രൂപയുടെ ഒരു മൂവ്മെന്റ് ഇതിൽ കാണാൻ പറ്റി. ഒരു മൊമെന്റം നമുക്ക് ഇതിൽ കാണാൻ പറ്റി. അപ്പോൾ ആ ഒരു മൂവ് നമുക്ക് കാണാനും പറ്റി. ഒരു 2 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 2000 രൂപയാണ് അപ്പോൾ ഒരു നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെന്നി സ്റ്റോക്ക് എന്നോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾക്ക് കാണുന്ന പ്രൈസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം. ഒരു ചാർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം ക്യാൻഡിൽ സ്റ്റിക്ക് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്, എന്തൊക്കെ കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കാൻ പഠിക്കുവാണെങ്കിൽ അവിടെ നിങ്ങൾ സക്സസ് ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ആർക്കും ഇങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ക്യാൻഡിൽ സ്റ്റിക്ക് പ്രൈസ് എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എന്നാണോ നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നത്, അന്നാണ് നിങ്ങൾ സക്സസ് ആയിട്ടുള്ള ഒരു ട്രേഡർ ആകുന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് മൂവിങ് ആവറേജ്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഈ രണ്ടാമത് ഒരു ഇൻഡിക്കേറ്ററും കൂടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് RSI. RSI എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും RSI ഭയങ്കരമായിട്ട് ബുള്ളിഷ് ആണ്. കണ്ടോ? ഈ ഒരു സമയമായപ്പോഴത്തേനും, ഈ ഒരു ഡേറ്റിൽ എത്തിയപ്പോഴത്തേനും ഇവിടെ കണ്ടോ RSI ബുള്ളിഷ് ആയത് കണ്ടോ? സ്ട്രെയിറ്റ് തന്നെ പോകുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാനിവിടെ ഈ ഒരു ട്രേഡ് എടുത്തത് തന്നെ. അപ്പൊ ആദ്യമേ ഞാനിവിടെ എന്താണ് നോക്കിയത്, ഒരു പാറ്റേൺ ഫോർമേഷൻ. ഒരുപാട് പാറ്റേൺ പഠിക്കാനുണ്ട് മാർക്കറ്റിൽ, ഒരുപാട് പാറ്റേൺ ഉണ്ട്. ട്രയാങ്കിൾ മാത്രമല്ല പാറ്റേൺ ഫോർമേഷൻ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരുപാട് പാറ്റേൺ പഠിക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന വീഡിയോയ്ക്കകത്ത് എല്ലാം വരും. അപ്പോൾ അത് ഉടനെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മെയിൻ ആയിട്ട് ആദ്യം നോക്കിയത് എന്താണ്, ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് നോക്കിയത്. ആദ്യമേ ഇതൊന്നും നമുക്കൊന്ന് മാറ്റിയേക്കാം. ഇപ്പൊ ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ എങ്ങനെയാണ് ഫോം ആയത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ഒരു പോയിന്റിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഉണ്ട് റെസിസ്റ്റൻസ്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു. ഇനി താഴെ സപ്പോർട്ട് എത്ര ഉണ്ട്? ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെയാണ് ഏറ്റവും ലോ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെയാണ് ട്രയാങ്കിൾ പാറ്റേൺ ആദ്യം നമ്മൾ ഇവിടെ ഫോം ആയത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കിയത് പിന്നെ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാണ് ചെയ്തത്. എന്തൊക്കെയാണ്? മൂവിങ് ആവറേജ്, പിന്നെ RSI ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. പിന്നെ വോളിയം നമ്മളൊന്ന് നോക്കിയായിരുന്നു, അതിന്റെ ഒരു വോളിയം എങ്ങനെ പോകുന്നു. പിന്നെ സ്വിംഗ് ട്രേഡിങ് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല സ്വിംഗ് ട്രേഡിൽ ഈ വോളിയം എന്ന് പറയുന്നത്.
ഇൻട്രാഡേ ഒക്കെ ആണെങ്കിലാണ് നമുക്ക് വോളിയത്തിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഒരു കാര്യം വെച്ച് മാത്രം ട്രേഡ് എടുക്കാതിരിക്കുക. നമ്മൾ കുറെ കാര്യങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ. നമ്മളിവിടെ ഇപ്പോൾ യൂസ് ചെയ്ത് മൂവിങ് ആവറേജ്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആയിട്ടുള്ള 9, 14, 20, 50, 100, 200 എന്ന് പറയുന്ന കോമ്പിനേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ RSI എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്തു. ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു ചാർട്ട് നോക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ ഇൻഡിക്കേറ്റർ എല്ലാം ഓഫ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ഇൻഡിക്കേറ്റർ എല്ലാം ഓഫ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഓഫ് ചെയ്യുമ്പോൾ ചാർട്ട്, ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്താണ് നമുക്ക് കഥ പറഞ്ഞു തരുന്നത്? ഈ ഒരു ചാർട്ട് കാണുമ്പോൾ എന്തൊക്കെ കഥയാണ് ഒരു ചാർട്ട് പറയുന്നത് അത് മനസ്സിലാക്കുക. ഒരു പ്രൈസ് നമ്മളോട് എന്താണ് ഈ ക്യാൻഡിൽ സ്റ്റിക്സ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കുന്ന എപ്പോഴാണോ, അത് മനസ്സിലാക്കാനുള്ള കഴിവ് എപ്പോഴാണോ നേടിയെടുക്കുന്നത്, അപ്പോഴാണ് നിങ്ങൾ ശരിക്കും വിജയിക്കാൻ പോകുന്നത്. ഇപ്പൊ ഒറ്റയടിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അതൊന്ന് വരയ്ക്കാവോ പാടായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും തോറും നിങ്ങൾ അതിൽ എക്സ്പേർട്ട് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എത്രമാത്രം ഇതിന് എഫേർട്ട് എടുക്കുന്നോ അത്രമാത്രമാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് മടി പിടിച്ച് ഇത് പാടാണ്, ഇത് എങ്ങനെയും ആരെങ്കിലും എന്തെങ്കിലും ട്രിക്ക് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് കട്ടിലൂടെ വിജയിക്കാം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഷോർട്ട് കട്ടിലുള്ള കാര്യങ്ങൾ, ആരെങ്കിലും എന്തെങ്കിലും കോൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അത് വെച്ച് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച്, ആരെങ്കിലും പറഞ്ഞു തന്ന് വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ട് വഴി ചെയ്യാന്ന് വിചാരിച്ചാൽ നിങ്ങൾ സക്സസ് ആകാൻ പോകുന്നില്ല. അത് തന്നെയാണ് സത്യം. പിന്നെ ഒരു ദിവസം കൊണ്ട് വന്നിട്ട് എനിക്ക് 1000 രൂപ വേണം, 2000 രൂപ വേണം എന്ന് പറയുന്നതും അല്ല ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. യു നീഡ് പേഷ്യൻസ്. ഇവിടെ നിങ്ങൾ നോക്കുക, എത്ര ദിവസത്തെ ഒരു കൺസോളിഡേഷനും പ്രൈസ് ആക്ഷനും കഴിഞ്ഞാണ് ഇത് വരുന്നത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. കണ്ടോ? അപ്പൊ പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെയധികം കീ പോയിന്റ് ആണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ മേടിച്ചത് 13.75 എന്റെ പ്രൈസ് എന്ന് പറയുന്നത്. 13.75 എന്ന് പറയുന്നതാണ് എന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ബ്രേക്ക് നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയതാണ് അന്ന് ഞാൻ മേടിച്ചത്. അപ്പോൾ ഈ പേഷ്യൻസ് ഇല്ലാത്ത ആൾക്കാർ ഇത്രയും താഴോട്ട് വരുമ്പോൾ ഇവിടെ തന്നെ സ്ക്വയർ ഓഫ് ആകാനുള്ള ചാൻസ് ആണുള്ളത്. എന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ വരെ വന്നാൽ ഞാൻ ഇത് സ്ക്വയർ ഓഫ് ചെയ്യും. ഈ നഷ്ടം സ്ക്വയർ ഓഫ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷെ എന്റെ SL ഹിറ്റ് ചെയ്തില്ല. തിരിച്ച് വളരെയധികം ഒരു ഫാന്റാസ്റ്റിക് റാലി തന്നെയാണ് അവിടെ നടന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ചാർട്ട് റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾ നേടിയെടുക്കണം. ക്യാൻഡിൽ സ്റ്റിക്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, എന്തൊക്കെ കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ ഫെയിൽ ആകും. അത് എല്ലാ ട്രേഡേഴ്സും ഷെയർ മാർക്കറ്റ് വരുമ്പോൾ അനുഭവിക്കുന്ന കാര്യമാണ്. ലോസ് ഉണ്ടാകാം. ബട്ട് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലാണ്ട് ഒരു പ്രാവശ്യം സക്സസ് ആയി, രണ്ടാമത്തെ തവണ ഫെയിലായി, മൂന്നാമത്തെ തവണ ഫെയിലായി, അതോടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, ഇതൊരു ഗ്യാംബ്ലിംഗ് ആണെന്ന് പറഞ്ഞ് വിചാരിച്ച് നിർത്തി പോകരുത്. സോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത് തന്നെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് ഫ്രൈഡേ ആണ്, ഈ ഒരു ഫ്രൈഡേ ആണ് ഞാൻ ഇത് സ്ക്വയർ ഓഫ് ചെയ്തത്. ഇപ്പോൾ ഇതിന്റെ ഏറ്റവും ടോപ്പില് ഞാൻ സ്ക്വയർ ഓഫ് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 15.60 എന്ന് പറയുന്ന പ്രൈസ് ലെവലിലാണ് ഞാൻ ക്ലോസ് ചെയ്തത്. അപ്പോ ഞാൻ ക്ലോസ് ചെയ്തത് കറക്റ്റ് പ്രൈസിലായിരുന്നു. കണ്ടില്ലേ, ഇതൊരു റെഡ് ക്യാൻഡിൽ ആയിരുന്നു, അത് താഴോട്ട് തന്നെ വന്നു. ഓക്കെ, ഞാൻ ഏകദേശം കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് ഇറങ്ങിയത്. പക്ഷെ ഇത് ഇനിയും വേണമെങ്കിൽ ഈ ഒരു പ്രൈസ് ലെവലില് ഇനി ഇതിനൊരു നല്ലൊരു മൊമെന്റം ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. ഇത് 16.80 അതിന് മുകളിലൊക്കെ പോകാനുള്ള വളരെയധികം നല്ലൊരു ചാൻസ് ഉണ്ട്. പക്ഷെ സേഫ് ആയിട്ടുള്ള ട്രേഡർ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ തന്നെയാണ് ശരിക്കും പറഞ്ഞ് ഇറങ്ങേണ്ടത്. ഞാൻ കറക്റ്റ് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത് ഇറങ്ങണം. അപ്പൊ ഞാൻ കറക്റ്റ് ടൈമിൽ ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യമേ നമ്മളൊരു പാറ്റേൺ ഫോർമുലേഷൻ മനസ്സിലാക്കുക, എന്താണ് അവിടെ പാറ്റേൺ ചാർട്ട് എന്താണ് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഇവിടെ ഞാൻ യൂസ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. മൂന്നാമത് നമ്മൾ ഏറ്റവും യൂസ് ചെയ്തത് RSI ആണ്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി ആ ബെൽ ഐക്കണും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസ്, ഫണ്ടമെന്റൽ അനാലിസിസ് ആയാലും ടെക്നിക്കൽ അനാലിസിസ് ആയാലും
നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അത് വരികയുള്ളൂ. Till then, this is all. I'm signing off. Bye.